എന്താണ് ഹാരിസ് മദനി ഉസ്താദിന് പറയാനുള്ളത്? ഹാരിസ് മദനി ഉസ്താദ് അടക്കമുള്ള എല്ലാവർക്കും ജിന്നിനെ കൊണ്ടു നടക്കാം അല്ലേ? ഞങ്ങളാരും ഉസ്താദെ ഒരു പ്രത്യേക ജിന്നുകളെ ഇങ്ങനെ കൊണ്ടു നടക്കുകയല്ല. കാരണം ഇത് നമുക്ക് തന്നെ പാരയാകും എന്ന് ചിന്തിക്കാതെ സോഷ്യൽ മീഡിയ വന്ന് കയറുന്നതാണ് പലർക്കും കിട്ടുന്ന പണികൾ. അതിന് ഒന്നിനെ കുറ്റം പറഞ്ഞതിന് മുമ്പ് ഇത് എന്നിലുണ്ടോ, എൻ്റെ സമുദായത്തിലുണ്ടോ, എൻ്റെ സമൂഹത്തിലുണ്ടോ, എൻ്റെ സംഘടനയിലുണ്ടോ എന്നൊക്കെ ആദ്യം ഒന്ന് പഠിക്കണം. ഇല്ലെങ്കിൽ അത് തന്നെ നമുക്ക് പാരയായി മാറും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, മീഡിയ ഫോക്കസിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. നിങ്ങൾക്ക് പ്രയാസമുണ്ടോ? നിങ്ങൾ പ്രതിസന്ധിയിലാണോ? നിങ്ങൾക്ക് രോഗമുണ്ടോ? അതിനൊക്കെ കൃത്യമായി പരിഹാരമുണ്ട്. ഒരു പുതിയ അവതാരം ഇറങ്ങിയിട്ടുണ്ട്. ഇതാണ് ജിന്ന് മഹളറ. എല്ലാ ഞായറാഴ്ചയും സുബഹിക്ക് മുമ്പ് തന്നെ കേരളത്തിൻ്റെ അകത്തും പുറത്തു നിന്നും നാനാ ജാതി മതസ്ഥരടക്കം ഇവിടേക്ക് ഒഴുകിയെത്തുകയാണ് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ. ഇവിടെ സ്വാലിഹീങ്ങളായ ജിന്നുമക്കളെ കൊണ്ട് സ്പോട്ടിൽ അവരുടെ കാര്യം അങ്ങോട്ട് പറയുകയാണ്. അവരുടെ പ്രശ്നങ്ങൾ അങ്ങോട്ട് പറഞ്ഞിട്ട് അതിൻ്റെ പരിഹാരം ആ അവസരത്തിൽ തന്നെ ചെയ്തു തീർത്ത് വിടുകയാണ്. ഹാമിദ് ആറ്റക്കോയക്ക് ശേഷം ജിന്ന് മഹ്ലറയുമായി ഒരു പുരോഹിതൻ കുറച്ചു കാലം ഗൾഫിൽ വന്ന് ജോലി ചെയ്തു. വേണ്ട പോലെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ നാട്ടിൽ വന്ന് കാറ്ററിംഗ് പരിപാടി തുടങ്ങി. അതിൽ വേണ്ട രൂപത്തിൽ വിജയം കണ്ടെത്താൻ കഴിഞ്ഞില്ല. പിന്നീട് 3-4 പള്ളികളിൽ മാറി മാറി ജോലി ചെയ്തു. അതിലൊന്നും വിചാരിച്ച രൂപത്തിലുള്ള മെച്ചമില്ല എന്ന് കണ്ടപ്പോൾ ഹാമിദ് ആറ്റക്കോയയെ പോലെ മറ്റൊരു നാറ്റക്കോയയായി പാവപ്പെട്ടവന്റെ അറിവില്ലായ്മയെ ചൂഷണം ചെയ്ത് ജീവിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഇതിൽ അദ്ദേഹം വിജയം കണ്ടെത്തുമെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ആ രൂപത്തിലാണല്ലോ മുസ്ലിം നാമധാരികളായ വലിയൊരു ശതമാനം ആളുകളും ഉള്ളത്. ഏതെങ്കിലും പുരോഹിതൻ എന്തെങ്കിലും പറഞ്ഞു വന്നു കഴിഞ്ഞാൽ അവന്റെ പേരിന്റെ നീളവും അവൻ തുന്നിച്ചേർത്ത് അവന്റെ പേരിന് ശേഷമുള്ള വാൽക്കഷ്ണവും നോക്കി അവന്റെ പിന്നാലെ കൂടുകയാണല്ലോ ആളുകൾ. അവന്റെ ഷോളിൽ ഒരു പച്ചത്തുണി കൂടി കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഒന്നും പറയേണ്ട, എല്ലാം അവൻ തന്നെയാണ്. മഹാൻ അവറുകളാണ്, വലിയ ദറജയുള്ള ആളാണ്, കറാമത്തുള്ള ഔലിയാണ്. അങ്ങനെ പലതും പറഞ്ഞ ആളുകൾ അങ്ങോട്ടേക്ക് ഒഴുകുകയാണ്. വിദേശ സ്വദേശ വ്യത്യാസമില്ലാതെ വിയർപ്പൊഴുക്കി രാവും പകലുമില്ലാതെ അധ്വാനിച്ചുണ്ടാക്കിയ തന്റെ സമ്പത്ത് അതുകൊണ്ടുപോയി കൊടുക്കുകയാണ് ഇത്തരം പുരോഹിതന്മാർക്ക്. എന്തിനു വേണ്ടി? സമാധാനം ലഭിക്കാൻ വേണ്ടി, സമ്പത്തിൽ ബർക്കത്തുണ്ടാകാൻ വേണ്ടി, പ്രയാസങ്ങൾ നീക്കിക്കിട്ടാൻ വേണ്ടി, പ്രതിസന്ധികൾ മാറിക്കിട്ടാൻ വേണ്ടി, രോഗങ്ങളിൽ നിന്ന് ശമനം നേടുവാൻ വേണ്ടി. ഇങ്ങനെ ഒരുപാട് പ്രയാസങ്ങൾക്കും ആഗ്രഹങ്ങൾക്കുമൊക്കെ അത്താണിയായിക്കൊണ്ട് ഈ പുരോഹിതനെ കാണുകയാണ്. ഇവനാണെങ്കിലോ സകല മേഖലകളിലും കൈയിട്ട് ഒന്നിലും വിജയം കണ്ടെത്താനാകാതെ ഒടുക്കം കണ്ടെത്തിയ ഒരു മാർഗമായി കൊണ്ടാണ് ഈ ഒരു ഏർപ്പാടിലേക്ക് ഇറങ്ങി പുറപ്പെട്ടിട്ടുള്ളത്. ഇവൻ ഇതിൽ വിജയിക്കാതിരിക്കില്ല എന്നതിൽ ഒരു സംശയവുമില്ല. അബു അലവി നക്ഷബന്ദി കൊല്ലം. നക്ഷബന്ദി എന്ന ഒരു വാല് ചേർത്ത് വെച്ചതാണ്. ഒരു കൂളിംഗ് ഗ്ലാസും പച്ച ഷാളും ഉണ്ട്. ഇനി ഒന്നും പേടിക്കേണ്ട, എല്ലാവരും അങ്ങോട്ടേക്ക് പോകുക. അധ്വാനിച്ചുണ്ടാക്കിയ സമ്പത്തൊക്കെ അദ്ദേഹത്തിന് നൽകുക. കാരണം കാറ്ററിംഗ് നടത്തി പൊട്ടിയവനാണ്. 3-4 പള്ളിയിൽ നിന്ന് വേണ്ട പോലെ കാര്യങ്ങൾ നടക്കാത്തവനാണ്. പോരാഞ്ഞ് വിദേശത്ത് പോയി പ്രത്യേകിച്ച് ഒന്നും സമ്പാദിക്കാൻ പറ്റാത്തവനാണ്. കാരണം നിരാശയിൽ പോണ്ട അവന്റെ കാര്യത്തിൽ ഇനി വെച്ചടി കയറ്റമായിരിക്കും. സഹോദരങ്ങളെ, ഇവർക്കൊക്കെ ഊർജം എന്ന് പറയുന്നത് പല പുരോഹിതന്മാരുടെയും ഏർപ്പാട് തന്നെയാണ്. ഇവനെയും എതിർത്തുകൊണ്ട് ചില മുസ്ലിയാക്കന്മാർ വന്നിട്ടുണ്ട് എങ്കിലും ഇവനെ ചുറ്റിപ്പറ്റിയും മറ്റു ചില മുസ്ലിയാക്കന്മാർ വരിക തന്നെ ചെയ്യും. ഹാമിദ് ആറ്റക്കോയ എന്ന് പറയുന്ന 1-ാം നമ്പർ ഫ്രോഡിന്റെ പിന്നാലെയും മുസ്ലിയാക്കന്മാരുണ്ട്. ഏലനക്കിപ്പട്ടികളുടെ ചിറിനക്കികളെ പോലെ. ഒരുപാട് ആളുകൾ ഞങ്ങൾക്ക് ഭക്ഷ്യം തന്നവര് ഞങ്ങളെ കാണുമ്പോ തരും പൈസ, എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങളെ സഹായിക്കുന്നു. അല്ലാഹു ഹൃദയാക്കാതെ. അതുപോലെ തന്നെ ഹബീബായ മുത്തു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പാപ്പാന്റെ പേരിൽ കൂട്ടമായിരുന്ന സ്വലാത്ത് ചൊല്ലാൻ സ്ഥലമില്ലാതെ വന്നപ്പോ ഞങ്ങൾ എല്ലാവരും പാടെ കൂടി 2 ഏക്കർ സ്ഥലം ഒരുപാട് പേര് സഹായിച്ചിട്ട് ഇപ്പോഴും സഹായിക്കുന്നു. ഇൻഷാ അല്ലാഹ് ഈ മാസം ഒരു ഡേറ്റ് കൊടുത്തിട്ടുണ്ട്. തരാൻ ആഗ്രഹിച്ചവര് ഇൻഷാ അല്ലാഹ് ഈ മാസം. സഹോദരങ്ങളെ, നാം ഗൗരവപൂർവ്വം ചിന്തിക്കണം. നമ്മുടെ പ്രയാസങ്ങളും പ്രതിസന്ധികളും മാറ്റിത്തരേണ്ടത് അള്ളാഹുവാണ്. രോഗം വന്നാൽ അതിന് ശമനം നൽകേണ്ടവൻ അള്ളാഹുവാണ്. അള്ളാഹുവാണ്, കൊടുക്കുന്നവൻ അള്ളാഹുവാണ്, തടയുന്നവൻ അള്ളാഹുവാണ്. അപ്പോൾ ഏതെങ്കിലും ഒരാൾ ബദരീങ്ങളെ എന്റെ രോഗം സുഖപ്പെടുത്തണേ എന്ന് പറഞ്ഞാൽ രോഗം സുഖപ്പെടുത്താൻ ബദരീങ്ങൾക്ക് കഴിയൂലല്ലോ.
രോഗം സുഖപ്പെടുത്തുന്നവൻ അല്ലാഹു ആണല്ലോ. വൈദാ മരിൽതു ഫഹുവ യശ്ഫീൻ, രോഗമായാൽ സുഖപ്പെടുത്തുന്നവൻ അല്ലാഹുവാണെന്ന് ഖുർആൻ തന്നെ പഠിപ്പിച്ചില്ലേ? നമ്മൾക്ക് റസൂലുള്ളാഹി തന്നെ പഠിപ്പിച്ചില്ലേ? അല്ലാഹുമ്മ ഇന്നക അന്തശാഫി ലാ ശിഫാ ഇല്ലാ ശിഫാഉക്, അല്ലാഹുവേ നീ മാത്രമാണ് രോഗം സുഖപ്പെടുത്തുന്നവൻ, നീയല്ലാതെ രോഗം സുഖപ്പെടുത്തുന്നവനില്ല. അതല്ലാതെ അതിൽ ഒരു പുരോഹിതനും ഒരു റോളുമില്ല, ഒരു ജിന്നിനും ഒരു റോളുമില്ല. അവിടെ ആരും നമ്മെ സഹായിക്കാൻ വരികയുമില്ല. ഇവരൊക്കെ നിങ്ങളെ ചൂഷണം ചെയ്യുകയാണ് ആത്മീയതയുടെ മറപിടിച്ചുകൊണ്ട്. അതുകൊണ്ട് ഇത്തരം പുരോഹിതന്മാരുടെ കെണിയിൽ പോയി നമ്മൾ പെട്ടുപോകരുത്. ഇയാളുമായി ബന്ധപ്പെട്ട് ഹാരിസ് മദനിയും അൻസാരി സുഹരിയും ഒക്കെ സംസാരിച്ച വീഡിയോ ക്ലിപ്പുകളൊക്കെ ഒരുപക്ഷെ നിങ്ങളൊക്കെ കേട്ടതായിരിക്കും. അതുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹം നടത്തിയ ചില വീഡിയോകളൊക്കെ കാണാനിടയായി. അതിൽ ഹാരിസ് മദനിയൊക്കെ ഇദ്ദേഹം ഭീഷണിപ്പെടുത്തുന്ന രീതിയിൽ സംസാരിക്കുന്നുണ്ട്. മറ്റുള്ള ആളുകളൊക്കെ വിമർശിച്ച് അതൊക്കെ തെറ്റാണെന്ന് പറയുന്നതിന് മുമ്പ് നിങ്ങളുടെ ആളുകൾ ചെയ്തു വെച്ചോ, നിങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ ചില കാര്യങ്ങൾ ഓർക്കേണ്ടതുണ്ട് എന്നൊക്കെയുള്ള സംസാരം. നമ്മൾ ഒരു വിഷയത്തെ കുറ്റം പറയുന്നതിന് മുമ്പ് നമ്മൾ ഡയറക്റ്റ് അവിടെ നിന്ന് പോകണം. എന്താ നടക്കുന്നതെന്ന് പരിശോധിച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, അതിനെതിരെ വിമർശിക്കാൻ. കാരണം ഇത് നമുക്ക് തന്നെ പാരയാകും എന്ന് ചിന്തിക്കാതെ സോഷ്യൽ മീഡിയ വന്ന് കയറുന്നതാണ് പലർക്കും കിട്ടുന്ന പണികൾ. അതായത് ഒന്നിനെ കുറ്റം പറയുന്നതിന് മുമ്പ് ഇത് എന്നിലുണ്ടോ, എൻ്റെ സമുദായത്തിലുണ്ടോ, എൻ്റെ സമൂഹത്തിലുണ്ടോ, എൻ്റെ സംഘടനയിലുണ്ടോ എന്നൊക്കെ ആദ്യം ഒന്ന് പഠിക്കണം. ഇല്ലെങ്കിൽ അത് തന്നെ നമുക്ക് പാരയായി മാറും. ഹാരിസ് മദനിയുടെ സംഘടനയിൽപ്പെട്ട ഹാരിസ് മദനിയുമായി ബന്ധപ്പെട്ടുള്ള ആളുകളിൽ ഇത്തരം ഏർപ്പാടുകൾ ഉണ്ടോ എന്നൊക്കെ ഒന്ന് ആലോചിച്ചിട്ട് വേണം ഇതൊക്കെ എതിർത്തിട്ട് വരേണ്ടത് എന്നുള്ള ഭീഷണിയാണ് ഇവിടെ നടത്തുന്നത്. സഹോദരങ്ങളെ, എത്രമാത്രം ഇവരൊക്കെ പ്ലാൻ ചെയ്തുകൊണ്ടാണ് ഈ ഒരു ഏർപ്പാടിലേക്ക് വരുന്നത് എന്ന് നാം ഗൗരവത്തോടെ ആലോചിക്കണം. അതുകൊണ്ട് നാം ഇത്തരക്കാരെ തിരിച്ചറിയുക. നമ്മുടെ പ്രയാസങ്ങളും പ്രതിസന്ധികളും നീക്കിത്തരേണ്ടവൻ അള്ളാഹുവാണ്. അതിലൊരു സംശയവും നമുക്ക് ആർക്കും തന്നെയില്ല. ഒരു മഹാന്മാർക്കോ ഒരു പുരോഹിതന്മാർക്കോ അതിൽ ഒരു റോളും ഇല്ല എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകണം. ഇസ്ലാമിലെ വിശ്വാസകർമ്മ കാര്യങ്ങൾ പ്രമാണങ്ങളെ അടിസ്ഥാനമാക്കി പഠിക്കുകയും മനസ്സിലാക്കുകയും അത് ജീവിതത്തിൽ പകർത്തുകയുമാണ് നാം ചെയ്യേണ്ടത്. ആ ഒരു അടിസ്ഥാനത്തിലാണ് നാം മുമ്പോട്ട് പോകേണ്ടത്. അള്ളാഹു കാര്യങ്ങൾ മനസ്സിലാക്കാൻ നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകുമാറാകട്ടെ. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.